വേൽ വച്ച് സുബ്രഹ്മണ്യ ആരാധന അതെന്താണെന്ന് നോക്കാം. സുബ്രഹ്മണ്യ ഉപാസനയുള്ള ഒരുപാട് കുടുംബങ്ങളെ കാണാം. കേരളമൊട്ടാകെ സുബ്രഹ്മണ്യ ആരാധനയ്ക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ദേശമാണ്. സൗത്ത് ഇന്ത്യയാണ്, ദക്ഷിണ ഭാരതമാണ് സുബ്രഹ്മണ്യ ആരാധനയുടെ ആവിർഭാവ സ്ഥാനം. അങ്ങനെയുള്ള ആ ദക്ഷിണേന്ത്യയിൽ സുബ്രഹ്മണ്യ ആരാധന വ്യാപിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ മലയാള നാട്. അവനവൻ്റെ കുടുംബങ്ങളിൽ വെച്ചാരാധനയ്ക്ക് പ്രത്യേകം മുറിയുള്ള സ്ഥലങ്ങളിൽ, തേവാരപ്പുരകളിൽ ഒക്കെ തന്നെ ഒരു പീഠം സ്ഥാപിച്ച് അതിൻ്റെ മുകളിൽ കുങ്കുമ നിറമുള്ള പട്ടു വിരിച്ച് അതിൻ്റെ മുകളിൽ ഒരു സ്റ്റാൻഡിൽ ഉറപ്പിച്ച വേല് സ്ഥാപിച്ചുകൊണ്ട് അവിടെ സുബ്രഹ്മണ്യനെ ആരാധിക്കുന്ന ഒരു രീതി കണ്ടിട്ടുണ്ട്. സുബ്രഹ്മണ്യ ആരാധനയുടെ അതിവിശിഷ്ടമായ ഒരു ഭാവമാണ് അത്. ചിലർ അവിടെ നിത്യപൂജ ചെയ്യുന്നവരുണ്ട്. അവിടെ 5 തിരിയിട്ട് നെയ്വിളക്ക് കൊളുത്തി സുബ്രഹ്മണ്യനെ പ്രാർത്ഥിച്ച് നമസ്കരിച്ച് ചെയ്യുന്നവരുണ്ട്. പുഷ്പങ്ങൾ സമർപ്പിച്ച് സുബ്രഹ്മണ്യന് നിവേദ്യം സമർപ്പിക്കുന്നവരുണ്ട്. വ്യത്യസ്തങ്ങളായ നിവേദ്യം സുബ്രഹ്മണ്യ സ്വാമിക്ക് സമർപ്പിക്കുന്നവരുമുണ്ട്. ഇങ്ങനെയുള്ള സുബ്രഹ്മണ്യ ആരാധനയുടെ വൈവിധ്യങ്ങൾ നമ്മുടെ നാട് ഒട്ടാകെ കാണാം. അത്ഭുതകരമായ ഫലം ലഭിക്കുന്നതാണ് ഈ സുബ്രഹ്മണ്യ ആരാധനയിലെല്ലാം തന്നെ. എന്നാൽ അതിനൊക്കെയുള്ള ചില സമ്പ്രദായ ഭേദങ്ങൾ പ്രത്യേകമായിട്ട് ഉണ്ട്. തമിഴ് സമ്പ്രദായത്തിൽ അറിയപ്പെടുന്ന സുബ്രഹ്മണ്യ കവച സ്തോത്രം, അത് ചൊല്ലി സുബ്രഹ്മണ്യനെ ആരാധിക്കുന്നത് വളരെ പ്രധാനമാണ്. പിന്നെ തമിഴ് സമ്പ്രദായത്തിലുള്ള സുബ്രഹ്മണ്യ 10 എന്ന് പറയുന്ന പ്രത്യേക ഒരു നാമജപമുണ്ട്. അത് വിധിപ്രകാരം ഗുരുദീക്ഷ എടുത്ത് ഈ വേൽ വെച്ച് ആരാധിക്കുന്ന സ്ഥാനങ്ങളിൽ നിത്യജപത്തിന് ഉപയോഗിച്ചാൽ വളരെ അതിശയഫലം ലഭിക്കും. അതിനേക്കാൾ അത്ഭുതകരമായി സുബ്രഹ്മണ്യ ആരാധനാ സമ്പ്രദായത്തിൽ തമിഴിലുള്ള പോറ്റൃപ്പത്ത്, അത്ഭുതകരമായ ശക്തിയുള്ള ഒരു ജപകീർത്തന സമ്പ്രദായമാണത്. സുബ്രഹ്മണ്യന്റെ വേൽ സ്ഥാപിച്ച് ആരാധിക്കുന്നിടത്ത് പോറ്റിപ്പത്ത് ജപിച്ച് ആരാധന ചെയ്താൽ അത്ഭുത ഫലങ്ങളാണ് അതിൻ്റേത്. പിന്നെ അതിവിശിഷ്ടമായ ഷൺമുഖ പാട്ട്. ഇങ്ങനെ സുബ്രഹ്മണ്യന്റെ വേൽ സ്ഥാപിച്ച് ഭഗവാനെ ആരാധിക്കുന്ന സമ്പ്രദായം ഉള്ള ഇടങ്ങളിൽ ആരാധിക്കാൻ പറ്റിയ അത്യത്ഭുതകരങ്ങളായ പല അനുഷ്ഠാന രീതികളും നിലവിലുണ്ട്. എന്നാൽ ഇത് ചുമ്മാതൊരു ദിവസം വെറുതെ അങ്ങ് ചെയ്യേണ്ടതല്ല. വിധിപ്രകാരം ഉപദേശ ദീക്ഷ സ്വീകരിച്ച് പ്രത്യേകമായ നിഷ്ഠകളോടുകൂടി തന്നെ ചെയ്യേണ്ടതാണ്. ആ കാര്യം പ്രത്യേകം ഓർക്കുക. നമസ്കാരം.